പ്രവാസത്തിൻ്റെ കഥകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുകയാണ്. ഷാർജ പുസ്തകോത്സവത്തിൽ നിന്നാണ് ഈ ആഴ്ച വീക്കെൻഡ് അറേബ്യ നിങ്ങളിലേക്ക് എത്തുന്നത്. പുസ്തകപ്രേമികളായ മലയാളികൾ ഷാർജയിൽ പുസ്തകമേളയിൽ സംഗമിക്കുമ്പോഴാണ് കേരളത്തിൽ ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം വിവാദമാകുന്നത്. ഇത് പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരെ തർക്കം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പുസ്തകം താമസിയാതെ പുറത്തിറങ്ങുമെന്ന് അതിൻ്റെ പ്രസാധകരായ DC പറയുമ്പോൾ ഈ പ്രസാധകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള നിലപാടിലാണ് EP ജയരാജൻ. പുസ്തക പ്രസാധന രംഗത്ത് അത്തരത്തിൽ സംഭവിക്കുമോ? കരാറില്ലാതെ അങ്ങനെ പുസ്തകം ഇറക്കാൻ കഴിയുമോ? തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഈ പ്രസാധന രംഗത്തും പുസ്തക പ്രസിദ്ധീകരണ മേഖലയിലും പ്രവർത്തിക്കുന്നവർ ഇതിനോട് പ്രതികരിക്കുകയാണ്. ഗോസ്റ്റ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതേ രീതിയിലും ഇതിനെ കാണുന്നുണ്ട്. പ്രസാധന രംഗത്തും ഒരു 10-30 വർഷമായിട്ട് പരിചയമുള്ള ഒരാളെന്നുള്ള നിലയിലും മാത്രമാണ് എൻ്റെ ഈ അഭിപ്രായം. ഈ വിഷയത്തിൽ ഇങ്ങനെ ഡാറ്റ മുഴുവനായിട്ട് പരിശോധിച്ച ഒരാളൊന്നുമല്ല ഞാൻ. എങ്കിലും എനിക്ക് തമാശയായിട്ട് തോന്നിയത് EP ജയരാജൻ പറയുന്നുണ്ട്, ആരെങ്കിലും സ്വന്തം പുസ്തകത്തിന് കളിയാക്കിയിട്ടുള്ള ഒരു തലക്കെട്ടിടുമെന്ന്. എങ്ങനെയാണ് അതൊരു കളിയാക്കിയിട്ടുള്ള തലക്കെട്ടാവണമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കട്ടൻ ചായയും പരിപ്പൂടയും നല്ല ടൈറ്റിലല്ലേ? അതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പൂർവ്വകാല ജീവിതത്തിന് ആത്മകഥയ്ക്കൊക്കെ ഗംഭീര ടൈറ്റിലല്ലേ? എന്നിട്ട് അദ്ദേഹം പറയണത് അവിടെ നിന്ന് തുടങ്ങിയാണ് ഞാൻ ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോലും പന്തികേട് തോന്നുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ DCയും അതിൻ്റെ അത് പറയേണ്ടതാണ്, നിയമവശമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഒരു ഗോസ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു കാലത്ത് ഇത് അത്തരമൊരു കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിൽ വരാനെങ്കിലും ഈ വിഷയം കാര്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എഴുതുക, അത് എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും നല്ല, ഇപ്പോൾ എഡിറ്റർമാർ വേണം നല്ല പുസ്തകങ്ങൾക്ക്. പക്ഷേ ഇത് മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ സ്വന്തം അനുഭവവും ഒക്കെ മറ്റൊരാൾ എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ വെളിപ്പെടുത്തൽ. അതിൽ എനിക്ക് ആശങ്കയുണ്ട്. പിന്നെ പ്രസാധകനും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള അത് നിയമപരമായിട്ട് തന്നെയാണ് പോകണമെന്ന് തന്നെയാണ് അത് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹം ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യത്തെ പ്രതികരണം ഇതായിരുന്നു, ആരെങ്കിലും ഇങ്ങനെ ഒരു പുസ്തകത്തിന് പരിഹാസ രൂപേണ പേരിടുമെന്ന്. അതെങ്ങനെ പരിഹാസമാവുക എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് മാത്രമാണ് എനിക്കിതിൽ കാര്യത്തിൽ പറയാനുള്ളൂ. ഇതൊക്കെ കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് തന്നെ വേണം കാണാൻ. ഇത് മാത്രമല്ല, നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലൊരു എപ്പിസോഡായിട്ട് മാത്രമാണ് നമുക്കെല്ലാവർക്കും ഇതിനെ കാണാൻ കഴിയും. നമ്മൾ പറയാറില്ലേ, അരിയാഹാരം കഴിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. അങ്ങനെ വിഡ്ഢികളാക്കാൻ നോക്കുന്നതും ശരിയല്ല. കാരണം ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധരായ ജനതയോട് ഈ രീതിയിലുള്ള ഗിമ്മിക്കുകളിലൂടെ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതൊരു തരം, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ചില പ്രത്യേക അജണ്ടകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് കൂടി നമ്മളെപ്പോലുള്ള ആളുകൾ, രാഷ്ട്രീയത്തെ സുസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും ബോധ്യമാവും. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഒരാളുടെ സമ്മതമല്ലാതെ, പ്രത്യേകിച്ച് വളരെ ഉത്തരവാദപ്പെട്ട DC ബുക്സിനെ പോലുള്ള ഒരാൾ, ഒരു സംഘടന, ഒരു സ്ഥാപനം അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. EP ജയരാജനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ വലിയ വ്യക്തിത്വമുള്ള ഒരാളുടെ പുസ്തകം പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്കൊന്നും പറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലും കച്ചവടത്തിലും പല തന്ത്രങ്ങളുണ്ട്. കച്ചവട തന്ത്രമാണോ രാഷ്ട്രീയ തന്ത്രമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും പൊതുവേ നമുക്ക് ഇത്തരം വിവാദങ്ങളിലേക്ക് പോകാതെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു വായനാ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കലാണ് എന്നെപ്പോലുള്ള അക്ഷരസ്നേഹികൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മളുടെ രാഷ്ട്രീയ ബിസിനസ് മേഖലയിലുള്ള വിവാദങ്ങളുടെ പെരുമ്പറ കൊട്ടലുകൾ മാത്രമാണ്. പുസ്തകങ്ങൾക്കും വായനയ്ക്കുമപ്പുറം പുസ്തകമേളയിൽ കണ്ട ചില വേറിട്ട കാഴ്ചകളിലേക്കാണ് ഇനി. ഷാർജ പുസ്തകോത്സവത്തിൽ ലഭിക്കുന്ന ഏറ്റവും വില കൂടിയ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിന് 5,85,00,000 രൂപ വില വരും.
ഈ പുസ്തകം എന്താണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലർക്കും പരിചയം ഉണ്ടാകും. നമുക്കെല്ലാവർക്കും അറിയാം, അറബിക്കഥകൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്ന 1001 രാവുകളുടെ കയ്യെഴുത്ത് പ്രതിയാണ് ഇത്. ഇതിനാണ് 5,85,00,000 നൽകേണ്ടി വരിക. ഇത് 1608 എഴുതപ്പെട്ടതാണ് എന്നാണ് കരുതുന്നത്. അതോടൊപ്പം 1001 രാവുകളുടെ മുഴുവൻ കഥകളും ഉള്ള ഒരു പ്രിൻ്റഡ് എഡിഷൻ ഉണ്ട് ഇവിടെ. അത് 1835 പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ 2 വോള്യങ്ങൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും 1001 രാവുകളിലെ കഥകളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കയ്യെഴുത്ത് പ്രതിയിൽ 120 രാവുകളുടെ കഥകൾ മാത്രമാണ് ഉള്ളത്. ഇതിന് ഏതാണ്ട് നേരത്തെ പറഞ്ഞ ഇതിനേക്കാളും പകുതി വിലയാണ് വരുന്നത്. 2.25 കോടിയോളം ഈ പ്രിൻ്റഡ് എഡിഷന് വില വരും. ഇത് അറബിയിലെ ബുലാക്ക് എഡിഷൻ എന്നാണ്. ഇത് ഈജിപ്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. എന്ത് തോന്നി ഈ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോൾ? 1001 രാവുകൾ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര വലിയ റേറ്റുള്ള കാര്യം കേട്ടപ്പോൾ ശരിക്കും കിടുങ്ങിപ്പോയി ഞാൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര വലിയ വിലയുള്ള ബുക്ക് ഞാൻ കണ്ടുകൊണ്ട് കാണുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ, വലിയ കേടുപാടുകളൊന്നുമില്ലാതെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ പണമുള്ളവർക്ക് സ്വന്തമാക്കാൻ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതിനിധിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. It's Alf Layla wa Layla, in English Arabian Nights. So what's special about this book, there is only 8 copies around the world, and this is the complete set of the book. So mostly you're gonna find missing pages or missing stories. So, and this is the only copy is for sale. The rest is only for display or collectors. Okay. It's also Arabian Nights, and it contains 4 stories. Only 2 copies earlier than this is available, and they're not available for sale. So this is the only copy for sale. ഇത്തരം അപൂർവ പുസ്തകങ്ങൾ ശേഖരിക്കുന്ന ദുബൈയിലെ ഇക്തിന, ഓസ്ട്രിയയിലെ ഇൻലിബ്രിസ്, അതേപോലെ നെതർലൻഡ്സിലെ ഫോറം ആൻറ്റിക്രാത്ത്, അങ്ങനെ 3 കമ്പനികൾ ചേർന്നിട്ടാണ് ഇത്രയും അപൂർവമായ പുസ്തകങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ അവിസന്നയുടെ, അതായത് ഇബ്നു സീനയുടെ പഴയ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പുസ്തകമാണ് ഇബ്നു സീനയുടെ കാനൺ ഓഫ് മെഡിസിൻ. അതിൻ്റെ ഏറ്റവും പഴയ എഡിഷൻ അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. 1397 എഴുതപ്പെട്ടതാണ് എന്നാണ് ഈ അവിസന്നയുടെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ ഷാർജയുടെ ചരിത്രം പറയുന്ന ഒരു ആൽബം, ഫോട്ടോ ആൽബം, അത് 1903 പകർത്തിയ ചിത്രം ആണ് എന്നാണ് പറയുന്നത് ഈ ആൽബത്തിൽ. ഇതിൽ അന്നത്തെ ഷാർജ ഭരണാധികാരിയാണെന്ന് കരുതപ്പെടുന്ന ആളുടെ ചിത്രവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ നിന്ന് യാത്ര നടത്തിയ ഒരു കപ്പിത്താനാണ് ഈ ചിത്രം പകർത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വളരെ അപൂർവമായ കാലങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന നിരവധി പുസ്തകങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഷാർജ പുസ്തകോത്സവത്തിൽ അപൂർവമായ പുസ്തകങ്ങൾക്കൊപ്പം അപൂർവമായ പല കാഴ്ചകളുമുണ്ട്. ഇത്തരത്തിൽ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വിൽപ്പനയ്ക്കെത്തിയ ഒരു വസ്തുവാണ് നമ്മുടെ ഇവിടെ കാണുന്നത്, കാസറ്റ്സ്. ഇത് ഈ പുതുതലമുറയിൽ എത്ര പേർക്ക് ഇതിനെ പരിചയമുണ്ട് എന്ന് നമുക്കറിയില്ല. ഇത് പണ്ട് ടേപ്പ് റെക്കോർഡറുകളിലിട്ട് പാട്ട് കേൾക്കാനും പ്രസംഗം കേൾക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന കാസറ്റുകളാണ്. ഇക്കാലത്തും ഈ കാസറ്റുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നാണ് ഈജിപ്തിൽ നിന്നെത്തിയ സുനോ കൈറോ ഓഡിയോ ആൻഡ് വീഡിയോ കമ്പനി പറയുന്നത്. 100 കണക്കിന് കാസറ്റുകളാണ് ഇവരിവിടെ എത്തിച്ചിട്ടുള്ളത്. പുസ്തകോത്സവത്തിൻ്റെ ഓരോ ദിവസവും 100-ലധികം കാസറ്റുകൾ അറബ് ലോകത്ത് വിറ്റുപോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ഇപ്പോഴും ഈജിപ്തിലെ വളരെ പ്രശസ്തമായ ഗായിക, ഇന്ത്യയിൽ പോലും നിരവധി ആരാധകരുള്ള ഉമ്മു കുൽസുവിൻ്റെ കാസറ്റുകളാണ് ഇപ്പോഴും ഈജിപ്തിൽ നിന്ന് വിറ്റുപോകുന്നത്. ഉമ്മു കുൽസുവിൻ്റെ കാസറ്റ് അന്വേഷിച്ച്, അബ്ദുൽ ഹാലിമിൻ്റെ കാസറ്റ് അന്വേഷിച്ച് ഇപ്പോഴും ഈ സ്റ്റാളുകൾ 100 കണക്കിന് അറബികൾ ഓരോ ദിവസവും എത്തുന്നു എന്നുള്ള ഒരു കൗതുകകരമായ കാര്യമാണ് ഈ സുനോ കെയ്റോ ഓഡിയോ വീഡിയോ കമ്പനിയുടെ പ്രതിനിധികൾ പറയുന്നത്. the best from Emirates and Egypt. Most of the people are coming from Emirates.
Yes. 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 Okay. Still they have tape recorder and all. مش عارف بقى انت بتقول ايه. ആയിരക്കണക്കിന് കാസറ്റുകൾ ഇപ്പോഴും ഇവരുടെ ശേഖരത്തിലുണ്ട്. അതോടൊപ്പം തന്നെ പണ്ട് ഈ കാസറ്റുകളേക്കാൾ മുമ്പുള്ള ഗ്രാമഫോണിൽ ഉപയോഗിക്കുന്ന വിനൈൽ റെക്കോർഡുകൾ ഇത്തരത്തിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലും ഉമ്മുക്കുൽസുവിൻ്റെ തന്നെ കാസറ്റുകളാണ് അല്ലെങ്കിൽ ഗ്രാമഫോൺ റെക്കോർഡുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു വരുന്നത്. അത്തരം അപൂർവമായ കാഴ്ചകൾക്ക് കൂടി വേദിയാണ് ഷാർജ പുസ്തകോത്സവം. കാസറ്റുകൾ അത് കഴിഞ്ഞിട്ട് സംഗീത ലോകത്ത് വന്ന CD-കൾ, അത് പിന്നീട് നമുക്കറിയാം ഫ്ലാഷ് ഡിസ്കിലേക്കും മറ്റ് ഡിസ്കിലേക്കൊക്കെ മാറിപ്പോയ, നമ്മളുടെയൊക്കെ ഡ്രൈവുകളിലേക്ക് മാറിപ്പോയ ഒരു കാലം ഉണ്ട്. പക്ഷേ അപ്പോഴും ഈ കാസറ്റുകളെ പഴയ രീതിയിൽ തന്നെ സ്നേഹിക്കുകയും അതിലെ പാട്ടുകൾ ആസ്വദിക്കുകയും ചെയ്യുന്ന അറബികൾ പലയിടത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നൂറുകണക്കിനായിട്ടുള്ള ഈ കാസറ്റ് ശേഖരം.